ടൈറ്റാനിക് ദുരന്തം നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ഏകദേശം 1500 പേര് മരിച്ചു. അത് ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. പക്ഷേ അതിനേക്കാൾ 6 ഇരട്ടി ആളുകൾ മരിച്ച ഒരു ദുരന്തമുണ്ടായിരുന്നു. പക്ഷേ ചരിത്രം അതിനെ ഏകദേശം മറന്നുപോയെന്ന് തോന്നുന്നു. 1945 ജനുവരി 30. കടുത്ത തണുപ്പ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടം. ജർമ്മനി തകർന്നുകൊണ്ടിരിക്കുകയാണ്. സോവിയറ്റ് സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആയിരക്കണക്കിന് ആളുകൾ കടലിലേക്ക് ഓടുന്നു. അവർക്കുള്ള ഒരേക പ്രതീക്ഷ വിൽഹെയിം ഗെസ്റ്റലോഫ് എന്ന ഒരു വലിയ കപ്പൽ. വെറും 2000 പേർക്ക് മാത്രം കയറാൻ കഴിയുന്ന ഈ കപ്പൽ, ഒരുപക്ഷെ അതിലേക്ക് കയറിയത് 10,000-ലധികം ആളുകൾ. കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, വൃദ്ധർ എല്ലാവരും ജീവൻ രക്ഷിക്കാൻ തിങ്ങി നിറഞ്ഞു. ഈ കപ്പൽ ആദ്യം ഒരു ആഡംബര യാത്രക്കപ്പലായിരുന്നു. പക്ഷേ യുദ്ധകാലത്ത് ഇത് സൈനിക കപ്പലായി മാറ്റി. അതിൽ ആയുധങ്ങളുണ്ടായിരുന്നു, റെഡ് ക്രോസ് അടയാളം ഇല്ലായിരുന്നു. അതിനാൽ ശത്രുക്കൾക്ക് ഇതൊരു അഭയാർത്ഥി കപ്പലായി തോന്നിയില്ല, ഒരു യുദ്ധ കപ്പലായി തോന്നി. രാത്രി ഏകദേശം 9 മണി. കടലിൻ്റെ അടിയിൽ ഒളിച്ചിരുന്ന ഒരു സോവിയറ്റ് സബ്മറൈൻ 3 ഡ്രോപ്പികൾ, അഥവാ കടലിൻ്റെ അടിയിലൂടെ കപ്പലിനെ ആക്രമിക്കാൻ വരുന്ന അന്തർവാഹിനികൾ. ഒരു നിമിഷം കപ്പലങ്ങ് പൊട്ടിത്തെറിച്ചു. വൈദ്യുതി പോയി, കപ്പൽ ഇരുട്ടിൽ മുങ്ങി. കപ്പലിനകത്ത് നരകസമാനമായ അവസ്ഥ. താഴത്തെ ഡിക്കിലുള്ളവർക്ക് പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല. വാതിലുകൾ അടഞ്ഞു. ലൈഫ് ബോട്ടുകൾ മഞ്ഞിൽ കുടുങ്ങി. മനുഷ്യർ പരസ്പരം അവരെ തന്നെ തള്ളിക്കളഞ്ഞു. കടലിൽ വീണവർ -18 തണുപ്പിൽ മിനിറ്റുകൾക്കുള്ളിൽ മരിച്ചു വീഴുന്നു. വെറും 60 മിനിറ്റ്. ആ വലിയ കപ്പൽ കടലിൻ്റെ അടിയിലേക്ക് മറഞ്ഞു. ഏകദേശം 9,000 പേർ മരിച്ചു. അതിൽ 5,000 പേർ കുട്ടികളായിരുന്നു. എന്നാൽ ഇത്രയും വലിയ ദുരന്തം എന്തുകൊണ്ട് നമ്മൾ കേട്ടിട്ടില്ല? കാരണം ഇതൊരു യുദ്ധകാല ദുരന്തമായിരുന്നു. മരിച്ചവർ തോറ്റ രാജ്യത്തിൻ്റെ ആളുകളായിരുന്നു. ചരിത്രം പലപ്പോഴും വിജയികളുടെ കഥയാണ് പറയാറുള്ളത്. പക്ഷേ ഇത്തരം മറന്നുപോയ മനുഷ്യരുടെ കഥകളും നമ്മൾ ഓർക്കണം.